രക്ഷപ്പെടണമെങ്കിലേ കുറച്ച് ഹഡിൽസ് ചാടണം സിനിമയിൽ. അത് യാതൊരു ഒരുത്തരും രക്ഷപ്പെടത്തില്ല. ബെഡ് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, ഉറപ്പാണ് ഇവിടെ. നമുക്ക് ഇപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് ഇന്നും ഇപ്പോഴും വിളിക്കുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ്. ഇതാണ് ചോദിക്കുന്നത്. ഒരു പുതിയ സിനിമയിലോട്ട് വിളിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് ചോദിക്കുന്നത്. പുതിയ സിനിമയിലോട്ട് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ്, ചേച്ചിക്ക് റോൾ ഉണ്ട്, ഇങ്ങനെയാണ് വിളിക്കുന്നത്. നമ്മൾ ആ ലൊക്കേഷൻ ചെല്ലുമ്പം നടന്മാർ കയറി നമ്മളെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, പുതിയ കാലഘട്ടത്തിൽ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവണം. അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവാതെ ഒരാൾ രക്ഷപ്പെടില്ല. അങ്ങനെ പറയുമ്പോൾ എല്ലാവരെയും ഒരേ രീതിയിൽ അതിൽ പെടുത്തുന്ന പോലെ എനിക്ക് തോന്നി. പുതിയ നടിമാരൊക്കെ ആ രീതിയിൽ വന്നു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതൊരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അതുകൂടാതെ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് ഈ ഒരു രീതിയിൽ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അത് കുറെയൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ പ്രൊഡക്ഷൻ കൺട്രോളർ സെറ്റാക്കും, അങ്ങനെ നടന്മാർ അവിടെ ചെന്ന് നമ്മളെ വശീകരിക്കുക എന്ന് പറയുന്നത്. അത് പുതിയ കാലഘട്ടത്തിലുള്ള സിനിമകളെ കുറിച്ചാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ നിരന്തരമായിട്ട് ഈ മിന്നു മുനീർ എന്ന് പറയുന്ന ഇവര് ഒരുപാട് ആളുകൾക്കെതിരെ അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയ ഒരു എയറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കുറെയൊക്കെ അത് തമാശ രീതിയിലേക്ക് മാറി എന്നുള്ളത്. കാരണം ഓരോ ദിവസവും ഒരാളുകളെ കുറിച്ച് ഇങ്ങനെ മാറി 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത്രയധികം ആളുകൾ തന്റെ ജീവിതത്തിൽ ഇത്രയധികം ആക്രമിച്ചു എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് മിന്നു മുനീറിനെതിരെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു കംപ്ലൈന്റ് പറയുന്നത് അല്ലെ. ആ ഒരു കംപ്ലൈന്റ് കേട്ടതിന് ശേഷം അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് കേൾക്കാം. ഒരു കുട്ടി കുറ്റം ആരോപിച്ചിട്ടുണ്ട്. അതെ, ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ ഇത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ കള്ളക്കേസ് പറയുന്ന ആരായാലും എല്ലാവർക്കും ഒരു പാഠമാകാൻ വേണ്ടി തന്നെ ഞാൻ ഇതിനെക്കുറിച്ച്, ഈ കുട്ടീനെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും ചീഫ് മിനിസ്റ്റർക്കും ഹോം സെക്രട്ടറിക്കും DGPക്കും ഒക്കെ ഞാൻ വ്യക്തമായ തെളിവുകളുള്ള പോലെയല്ലേ സംസാരിക്കുന്നത്? തെളിവുകൾ കാണിക്കട്ടെ. ആ കുട്ടി എന്താ പറയുന്നത്, ഞാൻ എന്താ വേറെ പെൺകുട്ടികളെ ഞാൻ വിട്ടിട്ടുണ്ട് ദുബായിലൊക്കെ, അതെല്ലാം കാണിക്കണം. ഞാൻ ഒഡീഷന് ഹോട്ടലിൽ കൊണ്ടുപോയി, ഏത് ഹോട്ടലിൽ എപ്പോൾ കൊണ്ടുപോയി, ഏത് സമയത്ത് എല്ലാം കുറച്ച് തെളിയിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കേസിനെ കുറിച്ച് തറവായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. നാളെ ആരും ഒരാളെക്കുറിച്ചും ഇതുപോലെ കല്ല് വെച്ചെന്നോണ ഇങ്ങനെ മീഡിയയിൽ ഒന്നും പറയാൻ പാടില്ല. ഈ കുട്ടിക്ക് കിട്ടുന്ന ശിക്ഷ കണ്ട് എല്ലാവരും ഒരു പാഠമാകണം. അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ ചേച്ചിയുടെ അമ്മയുടെ അനിയത്തിൻ്റെ മോളാണെന്ന് ഞാൻ നോക്കുന്നില്ല, കോംപ്രമൈസ് ഇല്ല. പോക്കൃത്തരം ചെയ്ത് ആരായാലും ആരുടെ മുഖം നോക്കത്തില്ല. ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് ഇവർക്കെതിരെ, ഈ കുട്ടിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസം മിന്നു മുനീർ പറഞ്ഞ അലിഗേഷൻസ് ഒക്കെ പക്ക ഓക്കെ ആണ്. അത് അടിപൊളി ശരിക്ക് നടന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്കെതിരെ വന്ന അലിഗേഷൻ തെറ്റാണ്. അതിനെതിരെ ഞാൻ ശക്തമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കമന്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തിക്കോളൂ. അതായത് ഞാൻ പറയുന്നത് ശരി, ഞാൻ പുണ്യാളത്തി. നേരെ തിരിച്ച് എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവരാണ് തെറ്റ് ചെയ്തത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ ഫാമിലി ആണെങ്കിൽ പോലും ഇവര് മുഖ്യമന്ത്രിക്കും പ്രൈം മിനിസ്റ്റർക്കൊക്കെ ഇതിന്റെ കംപ്ലൈന്റ് എഴുതാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇതേ റൈറ്റ് തന്നെ മറ്റേ പെൺകുട്ടിക്ക് ഉണ്ട്. അവര് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അവരുടെ കുറച്ച് ഡാറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ പറഞ്ഞ പല അലിഗേഷൻസിനും തകർക്കാൻ അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കേൾക്കാം. ബന്ധുക്കാരി എന്ന് വെച്ചാൽ ഞാൻ ഈ കുട്ടികളെ 1 ലക്ഷത്തിൽ കൂടുതൽ എനിക്ക് പൈസ കൂടുതൽ തരാണ്ട് അമ്മയോളും. ഞാൻ ഇവരെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പൈസ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് തന്നെ കുറെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ കുറച്ച് തരാണ്ടോ എന്ന് പറഞ്ഞു. അമ്മയോളെ എന്നെ കുറെ ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് UK പോയിരിക്കുക. അപ്പം മോള് സ്വർണ്ണം കൊണ്ടുപോയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒരു മാലയും കമ്മലും കൊടുത്താൽ കുട്ടിക്ക്. എൻ്റെ മോളുടെ മാലയും എൻ്റെ മോളുടെ കമ്മലും ഈ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രത്തോളം ഞാൻ സഹായിക്കുക മാത്രമേ ഞാൻ ഇവരെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് ഓക്കെ, പണത്തിന് വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അത് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറയാൻ കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ്. എന്തായാലും അത് നമ്മൾ അറിയാതിരിക്കുകയൊന്നുമില്ലല്ലോ അല്ലെ. ഓക്കെ, അപ്പോ തന്റെ കുട്ടിയുടെ ഗോൾഡാണ് ഇവർക്ക് പണയം വെക്കാൻ കൊടുത്തത്. അങ്ങനെ കുറെ പൈസ കിട്ടാനുണ്ട്. പൈസ ചോദിച്ചതിന്റെ ഭാഗമായിട്ടുള്ള വിദ്വേഷത്തിന്റെ പുറത്ത് അവരെന്ത് ചെയ്തു, ഫേക്ക് ആയിട്ടുള്ള ഒരു കേസ് കൊടുത്തു എന്നാ പറയുന്നത്. ഓക്കെ, ഇവ മുകേഷിന്റെ കയ്യിൽ നിന്നും ഇവര് പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സാധനം എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഇത് നോക്കണം. ഇത് മദ്യക്കുപ്പി കൊണ്ട് നിർമ്മല ഹൈസ്കൂളിൽ ഇത് പോയി. എന്നിട്ട് അടപ്പിനകത്ത് ഫ്രണ്ട്സിന് കൂട്ടുകാർക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പ്രിൻസിപ്പൽ വിളിച്ച് കൊച്ചിനെ ഡിസ്മിസ് ചെയ്ത സ്കൂളിൽ നിന്ന്. ഓക്കെ, ആ ഒരു അലിഗേഷൻ അത് നമ്മൾ തന്നെ പൊളിച്ചിട്ടുണ്ട്. കാരണം നിർമ്മല സ്കൂളിൽ നിന്നും 10ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ച ഒരു പെൺകുട്ടിയാണ് ഈ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടി.
നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് കാണിക്കുന്നില്ല. കാരണം അത് തന്നെയാണ് ഇവർ പറഞ്ഞ അലിഗേഷനെ പൊളിക്കാൻ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ അലിഗേഷൻ പൊളിഞ്ഞതാണ്. പിന്നെ പണം വാങ്ങി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയുന്നു. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പല ആൾക്കാരുമായിട്ട് ചുറ്റിക്കറങ്ങുകയും ഏതോ ഒരുത്തം വന്നിട്ട് പലരും ഞാൻ തേച്ച് നടക്കണം, ചീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ചെറുക്കനെ കണ്ട് ആസിഡ് ഒഴിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കണം വന്നിട്ട് രാത്രിക്ക് അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. ഓടി ഇവർ ബൈക്കിന് വന്നു, ബൈക്കിന് രക്ഷിക്കണം, അവൻ കൊല്ലാനായിട്ട് നടക്കുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരെ കണ്ട് അമ്മയും മോളെയും കണ്ട് കമ്മീഷൻ ഓഫീസിൽ വന്ന് കമ്മീഷൻ ഓഫീസിൽ തിരക്കിയാൽ അവിടെ ഓഫീസിൽ തിരക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. ഞാനാണ് അവിടെ കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇങ്ങനെ കുട്ടിക്ക് സംരക്ഷണം, അങ്ങനെ ആ കുട്ടിക്ക് സംരക്ഷണം വരെ വാങ്ങിക്കൊടുത്ത ഒരു ചേച്ചിയാണ്. ആ എന്നെക്കുറിച്ചാണ് ഈ കുട്ടി ഇങ്ങനെ പറയുന്നില്ല. ഞാൻ ആ കുട്ടീനെ എന്തായാലും ഒരു കോംപ്രമൈസും ഇല്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എന്നുണ്ടെങ്കിൽ 14 വയസ്സ്, 14 വയസ്സിൽ നിരന്തരമായി ആൺകുട്ടികളെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വാക്ക് 14 വയസ്സുള്ള കുട്ടിക്ക് എന്ത് ബോധമാണ് ഉണ്ടാവുക? അങ്ങനെ കുറെ ആളുകൾ ലൈൻ അടിക്കാൻ പിന്നാലെ നടക്കുന്ന സമയമാവും. ലൈൻ അടിച്ചതിനെയാണ് ഇപ്പോൾ പല ആളുകളും തേച്ചു എന്ന് പറയുന്നത്. അത്ര പക്വതയുള്ള ഒരു കുട്ടിയാണത്. എന്നിട്ടോ 18 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിയെ അവർ കൊണ്ടുപോയി എന്നുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ പിന്നാലെ വന്നതിന്റെ ഭാഗമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിന്നത് ഞാനാണെന്ന് പറയുന്നു. ഈ ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി എന്തായാലും അവർ തന്നെയാണ് പറയേണ്ടി വരിക. നമുക്കറിയില്ലല്ലോ, അറിയാത്തൊരു കാര്യം നമ്മൾ പറയേണ്ടതായിട്ടില്ല. അന്ന് ഇവർ 3 ദിവസം വന്നു നമ്മുടെ വീട്ടിൽ. അന്ന് എൻ്റെ പിള്ളേരുണ്ട് വീട്ടിൽ. ഞാൻ തമിഴ് ഫിലിം പാവി എന്ന പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. രാവിലെ 6 മണിക്ക് പോകുന്നു, വൈകുന്നേരം 8 മണിക്കാണ് ഞാൻ വരുന്നത്. ഈ കുട്ടി തന്നെ അത് മീഡിയ പറയുന്നുണ്ട്. ഞങ്ങൾ ചെന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഓഡീഷൻ ഉണ്ടെന്ന്. അപ്പോൾ രണ്ടാമത്തെ ദിവസം എൻ്റെ മക്കളുമായിട്ട് ഷോപ്പിങ്ങും ബീച്ചിൽ 8 മണി വരെയുള്ള ഫോട്ടോഷൂട്ടും വീഡിയോയും പ്രൂഫായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പൊളിഞ്ഞോ? ഒന്ന്. ഓക്കെ, ആരാണെങ്കിലും ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി ഒരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അവരുടെ പേരോ മുഖമോ കാണിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഇവരവരുടെ സോഷ്യൽ മീഡിയയിൽ അത് ഷെയർ ചെയ്തിട്ട് ഇതാ ഇന്ന ദിവസം ഞങ്ങൾ ഇവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു. അത് ശരിക്കും നിയമപരമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുകൊടുത്ത് കോടതിയിൽ കാണിച്ച് അവിടുന്ന് ഊരി വരാൻ ഉള്ള ഒരു സാധനമായിരുന്നു. എന്തൊക്കെയായാലും ഇതൊരു കേസാണ്, പോസ്കോ. ഓക്കെ, അങ്ങനെയുള്ളൊരു കേസാവുമ്പോൾ ആ കേസ് കൊടുക്കുമ്പോൾ ആദ്യം അറസ്റ്റാണ്, പിന്നീടാണ് മറ്റു കാര്യങ്ങൾ ഉണ്ടാവുക. ഇവരുടെ കാര്യത്തിൽ അതെന്താണ് നടക്കാത്തതെന്ന് എനിക്കറിയില്ല. ഇവർ കംപ്ലൈന്റ് കൊടുത്ത ആളുകൾക്കെതിരെയൊക്കെ കേസ് ഉണ്ടായിട്ടുണ്ട്. ഇവർ ഒരു പക്വത നിറഞ്ഞ മൈനർ അല്ലാത്ത സമയത്ത് ഉണ്ടായ ഒരു കാര്യത്തിന് കൃത്യമായ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 16 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് സംഭവിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിന് ചെന്നൈയിലാണ് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നത് പറയുന്നു. അതിന്റെ പ്രൊസീജിയർ നീങ്ങാൻ സമയം എടുക്കുമായിരിക്കാം. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ അലിഗേഷൻസ് ഉണ്ട്. അതിൽ ഇവർ പറയുന്നു ഇന്ന ദിവസങ്ങളിൽ ഇന്ന പെൺകുട്ടി ഞങ്ങളുടെ കൂടെ പാർക്കിലും ബീച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാണോ ഇവരെ പീഡിപ്പിക്കാൻ കൊണ്ടുകൊടുത്തത് എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, 2014 ശേഷം ഞാൻ പിന്നെ ആ ചേച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ലാന്നും മീഡിയയിൽ പറയുന്നുണ്ട്. 2016 ഇവരുടെ വീട്ടിൽ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫോട്ടോയും വീഡിയോസും ഉണ്ട്. അപ്പം ആ ഒരു ഫോട്ടോയും വീഡിയോസും ഇവർ അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇല്ലീഗൽ, ശരിയായ നടപടിയല്ല, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിലും ഫോട്ടോയും പേരും എല്ലാം ഉണ്ട്. അപ്പൊ ഇവർക്ക് ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര സംസാരിക്കാൻ അറിയാം, നിയമങ്ങളെ കുറിച്ച് അറിയാം. എന്നിട്ട് പോലും അവർ അത് ലംഘിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇവരുടെ മുഖം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇവർ ഇരയാക്കപ്പെടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ്. ഇവരുടെ കൺസേണിലാണ് ഇപ്പൊ എല്ലാവരും വീഡിയോ ഇടുന്നത്. അവരുടെ മുഖം കാണിക്കാൻ അവർക്ക് തയ്യാറാണ്, അത് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു ന്യൂസ് ചാനലിന്റെ ഇടയിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ചില ആളുകളുടെ കമന്റുകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഈ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മളല്ല ഉണ്ടാക്കേണ്ടത്. അത് ആ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയാണ്. പക്ഷെ അത് കോടതിയിലാവും ഇനി കാര്യങ്ങൾ പറയുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇത് ചാനൽസ് ചർച്ച ചെയ്യാൻ തുടങ്ങും. ചാനൽസ് ചർച്ച ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലാവും ആളുകൾ കാണുക. കോടതിയിലാണെങ്കിൽ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ, സ്റ്റേറ്റ്മെന്റ് എന്താണ് വരുന്നത് അതിനനുസരിച്ച് വിധി വരുന്നതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നെങ്കിൽ മുകേഷിന്റെ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോ ബാലേന്ദ്രമന്റെ ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ഇത് സാധിച്ചു കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഇവൾക്ക് ഈ കുട്ടിക്ക് കാശ് കൊടുത്താൽ നാളെ മുഖ്യമന്ത്രിയുടെ പേരും പറയും. ഇവള് ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ EMSന്റെ പേരും ഈ കുട്ടി പറയാൻ മടിക്കില്ല. ആ ഒരു വേർഡൊന്നും അവിടെ യൂസ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഇപ്പോ ആ ഒരു സ്ത്രീയെ ഇരയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കോടതി അലക്ഷ്യയാണ് അല്ലെ, ചെയ്യാൻ പാടില്ല.
കാരണം കൃത്യമായി നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്ത ഒരു ഇരയെ ഒരിക്കലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ല എന്നുള്ള കാര്യം മിന്നു മുനീർ ഒന്ന് മനസ്സിലാക്കുക. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ആ ഒരു പെൺകുട്ടി ഒരു അലിഗേഷനുമായി വന്നപ്പോ നിങ്ങൾ എന്ത് പറയുന്നു? ഒരു കേസുമായിട്ടാണ് പോയതല്ല, നേരിട്ടൊരു കേസാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് പറയുന്നു, അവർ നുണ പറയുന്നതെന്ന്. ഇതേ മനോഭാവം തന്നെയല്ലേ മറ്റാളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലും എടുക്കുക. അത് എടുക്കാതെ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾ അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബർമാർക്കെതിരെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് പറയുകയാണ്. കാരണം നിങ്ങൾ കൊടുത്ത ന്യൂസിൽ കൊടുത്ത വേർഡ്സിൽ തമ്മിലുള്ള പോരായ്മകളും അത് കൃത്യമാവാത്തതിന്റെ ഭാഗവുമായിട്ടാണ് പല ആളുകളും ട്രോളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾ തന്നെ ഒന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാവും. അല്ലാതെ പുതിയതായിട്ട് ആരും ഒന്നും പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. അപ്പൊ ഇത് കാശ് വാങ്ങിച്ചിട്ട് പെരുങ്കള്ളിയാണെന്നാണ് പറയുന്നത്. പേരും കള്ളിയാണ്. എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ശരിക്കും നന്നായിട്ട് ഞാൻ പറയട്ടെ, പോക്സോ കേസിൽ ആര് ഒളിച്ചു വെച്ചാലും അവർ പ്രതിയാണെന്നറിയാലോ. ഇപ്പൊ താങ്കളൊന്ന് പറയാം എന്നെ ഇങ്ങനെ അപ്പൊ താങ്കളത് ഒളിച്ചു വെക്കാൻ പാടില്ല, താങ്കൾ പ്രതിയായി, താങ്കൾ ഉടനെ പോലീസിനെ അറിയിക്കണം. അപ്പൊ ഈ കുട്ടി പോയിട്ട് കുട്ടിയുടെ അമ്മയോടും ആങ്ങളോടും പറഞ്ഞു എന്തുകൊണ്ട് അവർ റിയാക്ട് ചെയ്തില്ല എന്നൊന്നും. ധൈര്യം വന്നില്ല, അതല്ല, അത് ഈ കുട്ടിക്ക് ആരോ നല്ലതായിട്ട് കാശ് കൊടുത്ത് പുറകിൽ നല്ല ഗെയിം കളിച്ചിട്ടുണ്ട്. DGPക്കും തമിഴ്നാട് DGPക്കും ഒക്കെ കൊടുത്തെന്നാ പറഞ്ഞേ. അല്ലല്ല, കംപ്ലൈന്റ്. അപ്പൊ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ഇതിന്റെ പുറകിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തറവായിട്ട് ഇൻവെസ്റ്റിഗേഷൻ വേണം. ഞാൻ അതിനുവേണ്ടി ഇപ്പൊ തന്നെ കംപ്ലൈന്റ് അയക്കിയപ്പോൾ അതിനുവേണ്ടി റെഡിയാക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു അതുപോലെ തന്നെ ഈ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ഇങ്ങനെ മേലിൽ ഇതുപോലെ കള്ളപ്രചരണം ആർക്കെതിരെ നടക്കാതിരിക്കാൻ വേണ്ടി, എല്ലാവർക്കും ഒരു ലെസൺ ആകാൻ വേണ്ടി ഈ കുട്ടീനെ ശിക്ഷിക്കണം. ഓക്കെ, നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാകാം. അത് എന്റെ കുഴപ്പമല്ല. ഇവർ പറയുന്ന ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ശീലമായതുകൊണ്ട് തോന്നുന്നതാണ്. ഓക്കെ, ഈ പെൺകുട്ടി പറയുന്നത് നുണയാണ്. ഇവര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ നമുക്ക് യോജിക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത്. 16 വയസ്സുള്ള സമയത്ത് ഈ കുട്ടിക്ക് നടന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നത്, പുറത്തേക്ക് പറയുന്നത്, അത് ആരോ പണം കൊടുത്ത് ചെയ്യിക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് മറ്റുള്ള ആളുകളും. മിന്നു മുനീർ എന്ന് പറയുന്ന ആൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട്, പക്വത നിറഞ്ഞ സമയത്ത് ഉണ്ടായിട്ട് പോലും അത് ഇത്രയും വർഷങ്ങൾ ശേഷം കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട് ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് അപ്പൊ തന്നെ പറഞ്ഞില്ല. ഭാഗ്യലക്ഷ്മി ഒക്കെ പറഞ്ഞെന്താ, അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം എന്നുള്ളതാ. പക്ഷെ അതൊന്നും ഇവർ പ്രതികരിക്കാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവർ പ്രതികരിക്കുമ്പോൾ ഇവർക്ക് ഒരു നയവും, ആ ഇരയാക്കപ്പെട്ട 16 വയസ്സ് സമയത്ത് നടന്ന ആ ഒരു പെൺകുട്ടി ആരാണ്, അവർ ഫേക്കുമാണ് എന്ന് പറയുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തുക. മിന്നു മുനീർ, നിങ്ങൾ ഇത്രയും കാലം മറച്ചു വെച്ചത്, നിങ്ങൾ അത്ര പക്വതയുള്ള, അത്ര വിദ്യാഭ്യാസമുള്ള ഒരാളായിട്ട് പോലും മറച്ചു വെച്ചു. പിന്നെ ഈ പെൺകുട്ടി ഇപ്പൊ പറയാൻ തോന്നിയത് എന്തുകൊണ്ടാകാം? ഹേമ കമ്മിറ്റി തന്നെയാണ് ഞങ്ങൾ കൂട്ടിക്കോ, അതാണല്ലോ ഇപ്പൊ എല്ലാവരും പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു റൈറ്റും അവർക്കൊരു റൈറ്റുമല്ല. രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള റൈറ്റ് തന്നെയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോ ചെറിയ പ്രായത്തില്, മൈനർ ആയിട്ടുള്ള പ്രായത്തിൽ ഉണ്ടായ ഒരു വിഷയം, ആ ഒരു വിഷയം ഇപ്പോ കേസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അത് അന്വേഷിക്കുകയും അതിന് ശിക്ഷാ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ മിന്നു മുനീർ പറയുന്നത് മാത്രമാണ് ശരിയെന്നും ആ പെൺകുട്ടി പറയുന്ന മുഴുവൻ നുണയാണ് എന്ന് നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പറയാൻ കഴിയില്ല. മിന്നു മുനീർ പറയുന്ന എല്ലാ അലിഗേഷൻസും കറക്റ്റ് ആണെന്നും ഈ പെൺകുട്ടി പറയുന്നത് നുണയാണും എന്ന് നമ്മൾ എങ്ങനെ കരുതും? നമുക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. മിന്നു മുനീർ പറഞ്ഞ എല്ലാതും ശരിയാണും തെറ്റാണും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വീഡിയോസ് ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡൗട്ടിലേക്ക് എത്തുന്നത്. എന്തായാലും കോടതിയിൽ നിൽക്കുന്ന കേസാണ്, അത് കോടതിയിലൂടെ തന്നെ മുന്നോട്ട് പോട്ടെ. ആ പെൺകുട്ടി ഇനി രംഗത്ത് വരാതിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം നിങ്ങൾക്കറിയാം. അവരോരോന്ന് പറഞ്ഞ് അത് പുറം ലോകത്തേക്ക് എത്തി. അത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അവരുടെ കേസിനെ തന്നെ അതിനൊന്ന് ബാലൻസിങ് പോവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാകാം അങ്ങനെ അവർ ഇപ്പൊ രംഗത്ത് വരാത്തത്. എന്തായാലും കലാഭവൻ മണിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ അവർ പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അവരത് എന്താണ് പറയുന്നത് നമുക്കറിയില്ല. മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ അതിന് പ്രതികരിക്കാൻ ആളില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആളുകൾ നിൽക്കുന്നത് എങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നത് വരെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ രംഗത്ത് വരും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് സൈനിങ് ഓഫ്.